നമ്മൾ നേരെ പോകുന്നു ഇടുക്കിയിലേക്ക്. കാരണം മുഖ്യമന്ത്രി ഇന്ന് ഇടുക്കി ജില്ലയിലാണ്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്നലെ പത്തനംതിട്ട ജില്ലയിലാണ് തുടക്കമായത്. 4 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പര്യടനം ഉണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടം മുഖ്യമന്ത്രിയെ കേൾക്കാനായും മുഖ്യമന്ത്രിയെ കാണാനായും ആ വേദികളിലേക്ക് ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ്, സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞ്, ഈ കേരളത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എങ്ങനെ മാറ്റിയെടുത്തുവെന്ന് പൊതുസമൂഹത്തോട് വിശദീകരിച്ച് മുഖ്യമന്ത്രി കടന്നു പോകുന്നതാണ് നമ്മൾ ആ യാത്രയിലൊക്കെ വേദികളിലൊക്കെ കാണാൻ കഴിഞ്ഞത്. ഇന്ന് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയിൽ LDF നേതൃത്വത്തിന് വലിയ ആവേശമാണ്, വലിയ പ്രതീക്ഷയാണ്. പ്രധാനമായും 4 മണ്ഡലങ്ങൾ ഇടുക്കി, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിലായിരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുക. രാവിലെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. വിവരങ്ങളുമായി അഖിൽ TS നമ്മളോടൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. നോക്കാം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പര്യടന പരിപാടികൾ എങ്ങനെയാണെന്ന്. അഖിൽ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി ഇന്ന് ഇടുക്കി ജില്ലയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും അതിന്റെ വലിയ ആവേശം, വലിയ പ്രതീക്ഷ അവിടുത്തെ നേതൃത്വത്തിനും പ്രവർത്തകർക്കുമുണ്ട്. മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ. ഇന്ന് ആദ്യ പൊതുയോഗം എവിടെയാണ്, ഏത് മണ്ഡലത്തിലാണ് മുഖ്യമന്ത്രിക്ക്? മനു, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇടുക്കിയിലെ മുഴുവൻ LDF പ്രവർത്തകരും LDF അനുഭാവികളും വളരെയധികം ആവേശത്തിലാണ്. ക്യാപ്റ്റൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാപ്റ്റനായിട്ടുള്ള പിണറായി വിജയൻ ഇന്ന് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഇടുക്കി ജില്ലയിൽ ആകമാനം നടപ്പിലാക്കിയ വികസന നേട്ടങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒന്നൊന്നായി ജനങ്ങളോട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണം നയിക്കുന്നതിനായി അദ്ദേഹം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരും. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കട്ടപ്പനയിൽ വെച്ച് രാവിലെ 10 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടതാണ്. കേവലം 3-4 ദിവസം കൊണ്ട് 20-ലധികം ഇന്റർവ്യൂകളിൽ അദ്ദേഹം പങ്കെടുത്തു. അത്തരത്തിൽ ജനക്ഷേമ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷത്തിൽ നടപ്പിലാക്കിയ മുഴുവൻ ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് തുറന്നു വെച്ചുകൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇടുക്കിയിലേക്കും എത്തുന്നത്. രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയും ഇടുക്കി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുമായ റോഷി അഗസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കട്ടപ്പനയിൽ നടക്കുന്നുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വേദിയിലാണ് ആ പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പരിപാടി ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നടക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് രണ്ടാമത്തെ പരിപാടി. ദേവികുളം മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, രാജയ്ക്കായുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടിമാലിയിൽ നടക്കും. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുക ഉടുമ്പൻചോല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. KK ജയചന്ദ്രനായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം 4 മണിക്ക് നെടുങ്കണ്ടത്തെത്തും. ശേഷം 6 മണിക്ക് പീരുമേട് നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ K സലീംകുമാറിനായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം വണ്ടിപ്പെരിയാറിൽ 6 മണിക്ക് ജനങ്ങളെ കാണും. ഇത്തരത്തിൽ വലിയ രീതിയിൽ വിപുലമായ ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരാണ് നിലവിലുള്ളത്. ഈ 4 മണ്ഡലങ്ങളിലും അദ്ദേഹം നേരിട്ടെത്തും. അദ്ദേഹത്തിന് ഒരു ദിവസം 4 പരിപാടികൾ വെച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ മണ്ഡലത്തിന്റെ പരിപാടി കൂടി ചേർന്നാണ് അടിമാലിയിൽ നടക്കുക. ഇത്തരത്തിൽ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുമായി നേരിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ നാടിന് നൽകിയിട്ടുള്ള വികസന നേട്ടങ്ങളെ ഒന്നൊന്നായി പറയുന്നതിനായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ തകർന്ന ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയായിരുന്നു. ആ 2018 പ്രളയം തൊട്ട് ഇന്ന് 2026 വരെ റീബിൽഡ് കേരളയിലൂടെ വീണ്ടും ഒരു നവ ഇടുക്കിയായി ഇടുക്കി ജില്ലയെ പണിതുയർത്തതിന് പിന്നിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെയും ഇച്ഛാശക്തി തന്നെയാണ്. 100 പാലങ്ങളും റോഡുകളും തകർന്ന് ഗതാഗത സംവിധാനങ്ങളും എല്ലാം താറുമാറായി പോയൊരു ജില്ലയെ ഇത്രയും മനോഹരമായി നമ്മൾ ഇതിനു മുമ്പ് പലതവണ വിലിയം സോമന്റെ ഹിൽ ഹൈവേ റൺ അടക്കം നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അരിക്കൊമ്പനെ കേരളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടതാണ് ഇടുക്കി ജില്ലയിലെ റോഡുകളുടെ മനോഹാരിത, ഇടുക്കി ജില്ലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കി. ഈ വികസനങ്ങൾ ഓരോന്നായി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാപ്റ്റനായിട്ടുള്ള പിണറായി വിജയൻ ഇന്ന് ജനങ്ങളെ നേരിൽ കാണുന്നതിനായി ഇടുക്കി ജില്ലയിലേക്ക് എത്തിച്ചേരുന്നു. അതിന്റെ മുഴുവൻ ആവേശത്തിലാണ് ഇടുക്കി ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും നേതാക്കളും നിലവിലുള്ളത്. അഖില, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വികസന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിലുപരി അവിടുത്തെ മലയോര മേഖലയിലെ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന കുറേ അധികം സമീപനങ്ങൾ, തീരുമാനങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന്, ഇടുക്കിയിലെ ഭൂപതിവ് ചട്ട ഭേദഗതി. അത് അവിടുത്തെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം ചെറുതല്ല.
മറ്റൊന്ന് വനം വന്യജീവി നിയമത്തിലെ ഭേദഗതി. അതും ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുള്ളതാണ്, വലിയ തോതിൽ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അപ്പുറത്തേക്ക് ആ നാടിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ രണ്ട് തീരുമാനങ്ങൾ അത് എടുത്ത ക്യാബിനറ്റിന്റെ തലവനാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ മലയോരവാസികളായ മനുഷ്യരുടെ ഒരു സ്നേഹവും അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീപനവും ഒക്കെ നമുക്ക് കാണാൻ കഴിയില്ലേ? മനു, തീർച്ചയായും ഇതിനപ്പുറം ഭൂപതിവ് ചട്ടത്തിലെ ഭേദഗതി നിരവധി അനവധിയായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. നിരവധി അനവധിയായ ആളുകൾക്ക് ഇനിയും പട്ടയം ലഭിക്കാനുണ്ട്. 2016 ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നിരവധി അനവധിയായ ആളുകൾക്ക് പട്ടയം ലഭിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഈ 2026 രണ്ട് സർക്കാരുകൾ പൂർത്തിയാക്കി 10 വർഷം പിന്നിടുമ്പോൾ 46,000-ലധികം പട്ടയങ്ങൾ നിലവിൽ വിതരണം ചെയ്യും. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം തങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശികളായി തങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായകമായൊരു കാര്യമാണ്. ആ നിർണായകമായൊരു ഒരു മനുഷ്യന് സ്വന്തമായ ഒരു തുണ്ട് ഭൂമി നൽകിയ സർക്കാർ കൂടിയാണ് ഈ സർക്കാർ. അത് ഒരു വശത്ത്. രണ്ടാമത്തെ കാര്യം, ഭൂപതിവ് ചട്ടത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ ഭൂമിയിൽ യഥേഷ്ട നിർമ്മാണങ്ങൾ നടത്തുന്നതിനും ഒക്കെയുള്ള അതിന് അനുസൃതമായ ഭേദഗതികൾ ഈ സർക്കാർ കൊണ്ടുവന്നു. വനം വന്യജീവി ഭേദഗതിയിലേക്ക് വരുമ്പോൾ വനം വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായൊരു ജില്ല തന്നെയാണ് ഇടുക്കി എന്ന് പറയുന്നത്. കാടുമായി ചേർന്ന് നിൽക്കുന്ന ജില്ല, മലയോര മേഖലയായ ജില്ല. ഈ ജില്ലയിൽ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന എല്ലാ സമീപനങ്ങളും ഈ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യം ഈ മലയോര മേഖലയിലെ ഓരോ ആളുകൾക്കുമുണ്ട്. ആ ഓരോ ആളുകളുടെയും ആ ബോധ്യം ഇന്നുള്ള ഓരോ വേദികളിലും പ്രതിഫലിക്കും. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരല്ലാതെ തന്നെ ആളുകൾ ഈ വേദികളിലേക്ക് ഒഴുകിയെത്തും. ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വേദികളാണ് ഓരോ മണ്ഡലങ്ങളിലും സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ഓരോ വേദിയിലേക്കും ആളുകൾ ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എടുത്തു പറയേണ്ട മറ്റൊരു വികസന നേട്ടമെന്ന് പറയുന്നത് അങ്കമാലി ശബരി റെയിൽപാതയാണ്. എല്ലാ കാലവും നമ്മൾ കേട്ടതാണ് ഇടുക്കി ജില്ലയിൽ റെയിൽ ഗതാഗതം അന്യമാണ്. എന്നാൽ അങ്കമാലി ശബരി റെയിൽവേ പാതയ്ക്ക് ഈ സർക്കാരിൻ്റെ അവസാന ക്യാബിനറ്റിൽ പകുതി തുക 1,900 കോടി രൂപയോളം കിഫ്ബി ഫണ്ടിൽ നിന്നും ഈ സർക്കാർ നൽകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ ഈ റെയിൽ ഗതാഗതം അന്യമായ തൊടുപുഴ വരെ റെയിൽവേ എത്തുന്നു. ആ റെയിൽവേ തൊടുപുഴ വരെ എത്തുന്നതോടെ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ മാറാൻ പോകുന്നു. ഇവിടുത്തെ നാണ്യവിളകൾക്ക് അടക്കം വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ടാകാൻ പോകുന്നു. ഇടുക്കി ജില്ലയിലേക്ക് വികസനം കൂടുതലായി എത്താൻ പോകുന്നു. കട്ടപ്പനയിൽ നിന്നും കമ്പത്തേക്കുള്ള തുരങ്കപാത, ഇത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസനം ഈ നാട്ടിലെ ഓരോ മനുഷ്യർ, ഓരോ സാധാരണക്കാരും തൊട്ടറിയുന്ന രീതിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസനം ഈ ഇടുക്കി ജില്ലയിൽ നടപ്പാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ ഈ ജില്ലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ആ ജില്ലയിൽ നടപ്പിലാക്കിയ ഓരോ വികസനങ്ങളുടെയും ഓരോ വികസന നേട്ടങ്ങളുടെയും പ്രതിഫലനമായിരിക്കും ഇന്ന് നടക്കുന്ന ഓരോ പൊതുയോഗങ്ങളും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മനു.